കോട്ടയം കുറുപ്പന്തറയിൽ തോട്ടിലേക്ക് മറിഞ്ഞ കാർ ഉയർത്തി. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാറാണ് മറിഞ്ഞത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ടോബി, എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സാധനങ്ങളെല്ലാം തന്നെ, അവരുടെ ഫയലുകളെല്ലാം തന്നെ ഇപ്പോൾ മറ്റൊരു ബാഗിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 3 സൂട്ട്കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നുമാണ് ലഭിച്ചത്. നമുക്ക് ഇപ്പോൾ ആ വിദ്യാർത്ഥികളുടെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും വന്ന വിദ്യാർത്ഥികളാണ്, അവർ കൂട്ടുകാരാണ്. അവർ ഒരുമിച്ച് മൂന്നാറിലും അതുപോലെ തന്നെ കുമരവും ആലപ്പുഴയൊക്കെ സന്ദർശിക്കാൻ വന്നതാണ്. അവർ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഇന്നലെ രാത്രി മൂന്നാറിൽ നിന്നും യാത്ര തുടങ്ങിയത്. അങ്ങനെയാണ് ഈ കുറുപ്പന്തറ വന്ന് മാഞ്ഞൂർ വഴിയിലൂടെ കുമരകം വഴി ആലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ വരുന്ന വഴിയാണ് ഈ കുറുപ്പന്തറ കടവിന് സമീപത്തെത്തിയപ്പോൾ വാഹനം വലത്തേക്ക് തിരിഞ്ഞു പോകേണ്ടതിന് പകരം അവിടെ നിന്ന് നേരെ കടവിലേക്ക് പോയി ഈ വാഹനം വെള്ളത്തിലേക്ക് ചാടുന്നത്. അവർ പറയുന്നൊരു കാര്യം, 10 കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് തങ്ങൾ വന്നത്, അമിത വേഗത്തിലൊന്നുമല്ലായിരുന്നു. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, ആ റെയിൽവേ ക്രോസ് കയറിയതിന് ശേഷം പതുക്കെ വളരെ പതിയെയാണ് ആ വാഹനം വന്നിരുന്നത്. അതിനുശേഷം സൈൻ ബോർഡുകൾ ഒന്നും തന്നെ കണ്ടില്ല. അതൊരു വലിയ ഒരു അബദ്ധമായി. അങ്ങനെ സൈൻ ബോർഡൊന്നും കാണാതെ നേരെ മുന്നോട്ട് വന്ന് മുന്നിലെ വീലുകൾ ഈ കടവിലേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം വാഹനം തിരിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വലിയൊരു പ്രതിഷേധമുള്ളത് ഇത്തരത്തിലുള്ളൊരു ടൂറിസം മേഖലയായിട്ടുള്ള കേരളം പോലൊരു നാട്ടിൽ ഇത്തരത്തിൽ സൈൻ ബോർഡുകൾ ഇല്ലാത്ത സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുമെന്നുള്ള ഒരു വാക്കുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും 3 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ ഒരു വാഹനം കരയ്ക്ക് എത്തിച്ചത്. ഈ വാഹനം 50 മീറ്റർ അപ്പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ പിൻവാതിൽ തുറന്നാണ് അവർ, ഈ ഡിക്കി തുറന്നാണ് അവർ പുറത്തേക്ക് രക്ഷപ്പെട്ടത്. അത് അവരുടെ ഭാഗ്യമായിട്ടാണ് അവർ തന്നെ പറയുന്നത്. അതിനുശേഷം നാട്ടുകാരാണ് ഈ ഒരു വാഹനം 3 മണിക്കൂറോളം പരിശ്രമിച്ച് ഈ തോട്ടിലൂടെ വലിച്ചുകൊണ്ട് വന്ന് ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയൊരു പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം, ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സമാനമായ സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തോ മറ്റധികൃതരോ ഒന്നും തന്നെ ഒരു സൈൻ ബോർഡ് വെക്കുന്നതിനോ ഒരു കൃത്യമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനമാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. മുൻപ് കഴിഞ്ഞ ഏതാനും ഒരു വർഷം മുമ്പാണ് ഒരു ഓട്ടോറിക്ഷ ഇവിടെ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് സമാനമായ രീതിയിൽ ഇപ്പോഴും ഒരു സംഭവം ഉണ്ടായി. 5-6 വർഷമായിട്ട് സമാനമായ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും വലിയൊരു അപകടമാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഈ 4 വിദ്യാർത്ഥികളും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു. അവർക്ക് ഇനി വാഹനം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം. വാഹനം ഇനി ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ നടപടികൾക്ക് ശേഷം, പോലീസിന്റെ നടപടികൾക്ക് ശേഷം അവർ ഹൈദരാബാദിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വേണു, ടോബി, തോമസ് ചാഴികാടനൊക്കെ അവിടെ വന്നല്ലോ. MP ഒക്കെ എന്താണ് പറയുന്നത് ഇതേപ്പറ്റി? MP യുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടില്ല. പക്ഷേ എന്തായാലും ഉടൻ തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് കടന്നുപോയപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. ഉടൻ തന്നെ ഇവിടേക്ക് ഇറങ്ങി എന്താണ് വിഷയമെന്ന് അന്വേഷിക്കുകയായിരുന്നു. എന്തായാലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നാണ് MP തോമസ് ചാഴികാടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതരോടെല്ലാം തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ പോലും അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് തോമസ് ചാഴികാടനും അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.